അധ്യായം 1. ദാവീദ് രാജാവ് വൃദ്ധനായി. പരിചാരകർ അവനെ പുതപ്പിച്ചിട്ടും കുളിർ മാറിയില്ല. അവർ അവനോട് പറഞ്ഞു, യജമാനനായ രാജാവിന് വേണ്ടി ഒരു യുവതിയെ ഞങ്ങൾ അന്വേഷിക്കട്ടെ. അവൾ അങ്ങയെ പരിചരിക്കുകയും അങ്ങയോട് ചേർന്ന് കിടന്ന് ചൂട് പകരുകയും ചെയ്യട്ടെ. അവർ സുന്ദരിയായ ഒരു യുവതിയെ ഇസ്രായേലിലെങ്ങും അന്വേഷിച്ചു. ഷൂനാംകാരി അബിഷാഗിനെ കണ്ടെത്തി അവളെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അതീവ സുന്ദരിയായിരുന്ന അവൾ രാജാവിനെ ശുശ്രൂഷിച്ചു. എന്നാൽ രാജാവ് അവളെ അറിഞ്ഞില്ല. അക്കാലത്ത് ഹഗീത്തിന്റെ മകൻ അദോനിയ താൻ രാജാവാകുമെന്ന് വൻപു പറഞ്ഞു. അവൻ രഥങ്ങളെയും കുതിരക്കാരെയും 50 അകമ്പടിക്കാരെയും ഒരുക്കി. നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഒരിക്കലും പിതാവായ ദാവീദ് അവനെ ശാസിച്ചിരുന്നില്ല. അബ്സലോമിന് ശേഷം ജനിച്ച അവനും അതികോമളനായിരുന്നു. അവൻ സെരൂയായുടെ മകൻ യോവാബിനോടും പുരോഹിതൻ അബിയാഥറിനോടും ആലോചിച്ചു. അവർ അവന് പിന്തുണ നൽകി. എന്നാൽ പുരോഹിതൻ സാദോക്ക്, യഹോയാദായുടെ മകൻ ബനായ, പ്രവാചകൻ നാഥാൻ, ഷിമെയി, റെയി എന്നിവരും ദാവീദിന്റെ അംഗരക്ഷകരായ ധീരയോദ്ധാക്കളും അവന്റെ പക്ഷത്ത് ചേർന്നില്ല. ഒരു ദിവസം അദോനിയ എൻറോഗൽ അരുവിയുടെ സമീപത്തുള്ള സൊഹലത്ത് കല്ലിനരികെ ആടുകളെയും കാളക്കുട്ടികളെയും മെഴുത്ത കാലികളെയും ബലിയർപ്പിച്ചു. ബലിയോടനുബന്ധിച്ച് വിരുന്നിന് ദാവീദ് രാജാവിന്റെ പുത്രന്മാരായ തന്റെ എല്ലാ സഹോദരന്മാരെയും യൂദായിലെ എല്ലാ രാജസേവകന്മാരെയും അവൻ ക്ഷണിച്ചിരുന്നു. എന്നാൽ പ്രവാചകൻ നാഥാൻ, ബനായ, രാജാവിന്റെ അംഗരക്ഷകരായ യോദ്ധാക്കൾ, തന്റെ സഹോദരൻ സോളമൻ എന്നിവരെ അവൻ ക്ഷണിച്ചില്ല. സോളമന്റെ അമ്മ ബത്ശബായോട് നാഥാൻ പറഞ്ഞു, നമ്മുടെ യജമാനനായ ദാവീദ് അറിയാതെ ഹഗീത്തിന്റെ മകൻ അദോനിയ രാജാവായിരിക്കുന്നുവെന്ന് നീ കേട്ടില്ലേ? നിന്റെയും നിന്റെ പുത്രൻ സോളമന്റെയും ജീവൻ രക്ഷിക്കാൻ എന്റെ ഉപദേശം സ്വീകരിക്കുക. ഉടൻ ചെന്ന് ദാവീദ് രാജാവിനോട് പറയുക, എന്റെ യജമാനനായ രാജാവേ, എന്റെ മകൻ സോളമൻ അങ്ങയുടെ പിൻഗാമിയായി സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് ഈ ദാസിയോട് അങ്ങ് ശപഥം ചെയ്തിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അദോനിയ രാജാവായിരിക്കുന്നത്? നീ രാജാവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വന്ന് നിന്നെ പിന്താങ്ങിക്കൊള്ളാം. ബത്ശബ ശയനമുറിയിൽ രാജാവിന്റെ അടുക്കൽ ചെന്നു. ഷൂനാംകാരി അബിഷാഗ് വൃദ്ധനായവനെ പരിചരിക്കുകയായിരുന്നു. ബത്ശബ രാജാവിനെ താണുവണങ്ങി. എന്താണ് നിന്റെ ആഗ്രഹം? രാജാവ് അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു, യജമാനനെ, എന്റെ മകൻ സോളമൻ അങ്ങേക്ക് ശേഷം സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അങ്ങ് എന്നോട് സത്യം ചെയ്തിരുന്നല്ലോ. ഇപ്പോഴിതാ അദോനിയ രാജാവായിരിക്കുന്നു. യജമാനനായ രാജാവ് ഇതറിയുന്നുമില്ല. അവൻ കാളുകളെയും കൊഴുത്ത അനേകം ആടുമാടുകളെയും ബലിയർപ്പിക്കുകയും അങ്ങേ എല്ലാ പുത്രന്മാരെയും പുരോഹിതൻ അബിയാഥറിനെയും സേനാനായകൻ യോവാബിനെയും വിരുന്നിന് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ അങ്ങയുടെ ദാസനായ സോളമനെ ക്ഷണിച്ചില്ല. എന്റെ യജമാനനായ രാജാവേ, അങ്ങയുടെ പിൻഗാമിയായി ആരാണ് സിംഹാസനത്തിൽ വാഴുകയെന്ന് അങ്ങ് പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ ഇസ്രായേൽ ജനം കാത്തിരിക്കുകയാണ്. അങ്ങ് പിതാക്കന്മാരോട് ചേരുമ്പോൾ എന്നെയും എന്റെ മകൻ സോളമനെയും അവർ രാജ്യദ്രോഹികളായി കണക്കാക്കും. അവൾ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ നാഥാൻ കടന്നു വന്നു. അവൻ വന്ന വിവരം രാജാവിനെ അറിയിച്ചു. നാഥാൻ രാജസന്നിധിയിൽ താണുവണങ്ങി. അവൻ രാജാവിനോട് ചോദിച്ചു, എന്റെ യജമാനനായ രാജാവേ, അദോനിയ അങ്ങയുടെ പിൻഗാമിയായി ഭരിക്കണമെന്നും അവനാണ് അങ്ങയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകേണ്ടതെന്നും അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടോ? അവൻ ഇന്ന് കാളകളെയും കൊഴുത്തനേകം ആടുമാടുകളെയും ബലിയർപ്പിച്ചു. എല്ലാ രാജകുമാരന്മാരെയും സേനാധിപന്മാരെയും പുരോഹിതൻ അബിയാഥിറിനെയും വിരുന്നിന് ക്ഷണിച്ചിരിക്കുന്നു. അവർ അവനോടുകൂടെ തിന്നുകുടിക്കുകയും അദോനിയ രാജാവ് നീളാൾ വാഴട്ടെ എന്ന് ആർത്തു വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങേ ദാസനായ എന്നെയും പുരോഹിതൻ സാധോക്കിനെയും യഹോയാദായുടെ മകൻ ബനായയെയും
അങ്ങയുടെ ദാസനായ സോളമനെയും ക്ഷണിച്ചിട്ടില്ല. യജമാനനായ രാജാവിന്റെ പിൻഗാമിയായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരെന്ന് അങ്ങയുടെ ദാസരെ അറിയിച്ചിട്ടില്ലല്ലോ. ഇക്കാര്യം അങ്ങയുടെ കൽപ്പന അനുസരിച്ച് തന്നെയാണോ നടന്നത്? അപ്പോൾ ബത്ശബായെ വിളിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു. അവൾ രാജാവിന്റെ മുൻപാകെ വന്നു നിന്നു. അവൻ ശപഥം ചെയ്തു, സകല കഷ്ടതകളിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവാണ്. നിന്റെ മകനായ സോളമൻ എനിക്ക് ശേഷം എന്റെ സിംഹാസനത്തിൽ വാഴുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ളതനുസരിച്ച് ഇന്ന് ഞാൻ പ്രവർത്തിക്കും. ബത്ശബ രാജാവിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ യജമാനനായ ദാവീദ് രാജാവ് എന്നേക്കും ജീവിക്കട്ടെ. പുരോഹിതൻ സാദോക്കിനെയും പ്രവാചകൻ നാഥാനെയും യഹോയാദായുടെ മകൻ ബെനായയെയും തന്റെ അടുത്തേക്ക് വിളിക്കുവാൻ ദാവീദ് രാജാവ് കൽപ്പിച്ചു. അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ രാജസേവകന്മാരെ കൂട്ടിക്കൊണ്ട് എന്റെ മകൻ സോളമനെ എന്റെ കോവർ കഴുതയുടെ പുറത്തിരുത്തി ഗീഹോനിലേക്ക് കൊണ്ടുപോകുവിൻ. അവിടെ വെച്ച് പുരോഹിതൻ സാദോക്കും പ്രവാചകൻ നാഥാനും അവൻ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യട്ടെ. സോളമൻ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് കാഹളം മുഴക്കി ആർപ്പിടുവിൻ. അതിനുശേഷം നിങ്ങൾ അവന്റെ പിന്നാലെ പോരുക. അവൻ വന്ന് എന്റെ സിംഹാസനത്തിലിരുന്ന് എനിക്ക് പകരം ഭരണം നടത്തട്ടെ. ഇസ്രായേലിന്റെയും യൂദായുടെയും അധിപനായി അവനെ ഞാൻ നിയമിച്ചിരിക്കുന്നു. യഹോയാദായുടെ മകൻ ബെനായ രാജാവിനോട് പറഞ്ഞു, അപ്രകാരം സംഭവിക്കട്ടെ. യജമാനായ രാജാവിന്റെ ദൈവമായ കർത്താവ് അപ്രകാരം തന്നെ കൽപ്പിക്കുമാറാകട്ടെ. കർത്താവ് യജമാനായ രാജാവിനോട് കൂടെ എന്നതുപോലെ സോളമനോട് കൂടെയും ആയിരിക്കട്ടെ. അവന്റെ ഭരണം എന്റെ യജമാനായ ദാവീദ് രാജാവിനേക്കാൾ മഹത്വപൂർണമാകട്ടെ. പുരോഹിതൻ സാദോക്കും പ്രവാചകൻ നാഥാനും യഹോയാദായുടെ മകൻ ബെനായായും കെരേത്യരും പെലേത്യരും സോളമനെ ദാവീദ് രാജാവിന്റെ കോവർ കഴുതയുടെ പുറത്ത് ഇരുത്തി ഗീഹോനിലേക്ക് കൊണ്ടുപോയി. പുരോഹിതൻ സാദോക്ക് വിശുദ്ധ കൂടാരത്തിൽ നിന്ന് തൈലം നിറച്ച കൊമ്പെടുത്ത് സോളമനെ അഭിഷേകം ചെയ്തു. അവർ കാഹളം മുഴക്കി, സോളമൻ രാജാവ് നീണാൾ വാഴട്ടെ. ജനം ആർപ്പു വിളിച്ചു. കുഴലൂതുകയും ഭൂമി പിളരുമാറ് ആഹ്ലാദാരവം മുഴക്കുകയും ചെയ്തുകൊണ്ട് ജനം അവനെ അനുഗമിച്ചു. അദോനിയായും അതിഥികളും ആ സ്വരം കേട്ടു. അപ്പോഴേക്കും വിരുന്ന് കഴിഞ്ഞിരുന്നു. കാഹളനാദം കേട്ടപ്പോൾ എന്താണ് നഗരത്തിൽ ഘോഷം എന്ന് യോവാബ് ചോദിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ പുരോഹിതൻ അബിയാഥറിന്റെ മകൻ ജോനാഥാൻ അവിടെ വന്നു. അദോനിയ അവനോട് പറഞ്ഞു, വരിക, ധീരനായ നീ സദ്വാർത്തയും കൊണ്ടായിരിക്കുമല്ലോ വരുന്നത്. അങ്ങനെയല്ല, ജോനാഥാൻ പറഞ്ഞു, നമ്മുടെ യജമാനൻ ദാവീദ് രാജാവ് സോളമനെ രാജാവാക്കിയിരിക്കുന്നു. പുരോഹിതൻ സാദോക്കിനെയും പ്രവാചകൻ നാഥാനെയും യഹോയാദായുടെ മകൻ ബനായായെയും കെറേത്യരെയും പെലേത്യരെയും രാജാവ് അവനോടൊപ്പം അയച്ചിട്ടുണ്ട്. അവർ അവനെ രാജാവിൻ്റെ കോവർ കഴുതയുടെ പുറത്താണ് എഴുന്നള്ളിച്ചത്. പുരോഹിതൻ സാദോക്കും പ്രവാചകൻ നാഥാനും അവനെ ഗീഹോനിൽ വെച്ച് രാജാവായി അഭിഷേകം ചെയ്തു. പട്ടണം ഇളകി മറിയത്തക്കവണ്ണം ആഹ്ലാദാരവം മുഴക്കിക്കൊണ്ട് അവർ അവിടെ നിന്ന് മടങ്ങിപ്പോയി. അതാണ് നിങ്ങൾ കേട്ട ശബ്ദം. സോളമൻ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നു. മാത്രമല്ല, രാജസേവകന്മാരും നമ്മുടെ യജമാനൻ ദാവീദ് രാജാവിനെ അഭിനന്ദിക്കാൻ ചെന്നിരുന്നു. അങ്ങയുടെ ദൈവം സോളമന്റെ നാമത്തെ അങ്ങയുടേതിനേക്കാൾ മഹനീയവും അവന്റെ ഭരണം അങ്ങയുടേതിനേക്കാൾ ശ്രേഷ്ഠവുമാക്കട്ടെ എന്ന് അവർ ആശംസിച്ചു. രാജാവ് കിടക്കയിൽ കിടന്നുകൊണ്ട് നമിച്ചു. അനന്തരം ദാവീദ് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. എന്റെ മക്കളിൽ ഒരുവൻ സിംഹാസനത്തിലിരിക്കുന്നത് കാണാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്തി. അപ്പോൾ അദോനിയായുടെ അതിഥികൾ ഭയന്നെഴുന്നേറ്റ് താന്താങ്ങളുടെ വഴിക്ക് പോയി. സോളമനോടുള്ള ഭയനിമിത്തം അദോനിയ ഓടിച്ചെന്ന് ബലിപീഠത്തിന്റെ വളർക്കോണിൽ പിടിച്ചു. സോളമൻ രാജാവ് എന്നെ വാളിനിരയാക്കുകയില്ലെന്ന് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അദോനിയ തന്നെ ഭയന്ന് ബലിപീഠത്തിന്റെ വളർക്കോണിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുവെന്ന് സോളമൻ അറിഞ്ഞു. അപ്പോൾ സോളമൻ പറഞ്ഞു, അവൻ വിശ്വസ്തനെങ്കിൽ അവന്റെ തലയിൽ നിന്ന് ഒരു രോമം പോലും വീഴുകയില്ല. കുറ്റക്കാരനെങ്കിൽ മരിക്കുക തന്നെ വേണം. സോളമൻ രാജാവ് അവനെ ബലിപീഠത്തിങ്കിൽ നിന്ന് ആളയച്ചു വരുത്തി. അവൻ രാജാവിനെ നമിച്ചു. സോളമൻ അവനോട് വീട്ടിൽ പോയിക്കൊള്ളുക എന്നാജ്ഞാപിച്ചു. അധ്യായം 2.
മരണമടുത്തപ്പോൾ ദാവീദ് പുത്രൻ സോളമനെ അടുത്ത് വിളിച്ച് ഇപ്രകാരം നിർദ്ദേശിച്ചു: മർത്യന്റെ പാതയിൽ ഞാനും പോകുന്നു. ധീരനായിരിക്കുക, പൗരുഷത്തോടെ പെരുമാറുക. നിന്റെ ദൈവമായ കർത്താവിന്റെ ശാസനകൾ നിറവേറ്റുക. മോശയുടെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക. നിന്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും. നിന്റെ സന്താനങ്ങൾ നേർവഴിക്ക് നടക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്റെ മുൻപിൽ വിശ്വസ്തരായി വർത്തിക്കുകയും ചെയ്താൽ നിന്റെ സന്തതി ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ നിന്ന് അറ്റുപോവുകയില്ല എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്ത വാഗ്ദാനം നിറവേറ്റേണ്ടതിന് നീ അവിടുത്തെ അനുസരിക്കുക. സെരൂയായുടെ മകൻ യോവാബ് എന്നോട് ചെയ്തത് എന്തെന്ന് നിനക്കറിയാമല്ലോ. അവൻ ഇസ്രായേലിലെ 2 സൈന്യാധിപന്മാരെ, നേറിന്റെ മകൻ അബ്നേറിനെയും യഥേറിന്റെ മകൻ അമാസിയെയും കൊലപ്പെടുത്തി. യുദ്ധകാലത്തെ രക്തച്ചൊരിച്ചിലിന് പകരം വീട്ടാൻ അവൻ സമാധാനകാലത്ത് അവരെ വധിക്കുകയും രക്തം ചൊരിയുകയും ചെയ്തു. അവൻ നിരപരാധരെ കൊലപ്പെടുത്തി. അങ്ങനെ എന്റെ പാതുകങ്ങളും അരപ്പട്ടയും രക്തം പുരണ്ടിരിക്കുന്നു. ആകയാൽ നീ തന്ത്രപൂർവം പ്രവർത്തിക്കുക. അവൻ വാർദ്ധക്യത്തിലെത്തി സമാധാനത്തോടെ മരിക്കാൻ ഇടവരുത്തരുത്. എന്നാൽ ഗിലെയാദുകാരനായ ബർസില്ലായുടെ മക്കളോട് കാരുണ്യം കാണിക്കണം. നിന്റെ ഭക്ഷണമേശയിൽ അവരും പങ്കുചേരട്ടെ. നിന്റെ സഹോദരനായ അബ്സലോമിൽ നിന്ന് ഞാൻ പലായനം ചെയ്തപ്പോൾ അവർ എന്നെ കാരുണ്യത്തോടെ സ്വീകരിച്ചു. ബഹൂറിംകാരനും ബഞ്ചമിൻ ഗോത്രജനുമായ ഗേരായുടെ മകൻ ഷിമയി നിന്നോടുകൂടിയാണല്ലോ. ഞാൻ മഹനായിമിലേക്ക് പോയപ്പോൾ എന്നെ കഠിനമായി ശപിച്ചവനാണവൻ. എങ്കിലും ജോർദാൻ കരയിൽ അവൻ എന്നെ എതിരേറ്റു. അതിനാൽ അവനെ ഞാൻ വാളിനിരയാക്കുകയില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ട്. എന്നാലും അവൻ നിരപരാധനാണെന്ന് കരുതരുത്. അവനോട് എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാം. നീ ബുദ്ധിമാനാണല്ലോ. അവന്റെ നരച്ച തല രക്തരൂക്ഷിതമായി പാതാളത്തിലെത്തട്ടെ. ദാവീദ് മരിച്ചു. അവനെ സ്വനഗരത്തിൽ അടക്കം ചെയ്തു. അവൻ ഇസ്രായേലിൽ 40 വർഷം ഭരിച്ചു. 7 വർഷം ഹെബ്രോണിലും 33 വർഷം ജെറുസലേമിലും. പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ സോളമൻ ആരൂഢനായി. അവന്റെ രാജ്യം സുപ്രതിഷ്ഠിതമായി. അങ്ങനെയിരിക്കെ ഹഗ്ഗീത്തിന്റെ മകൻ അദോനിയ സോളമന്റെ അമ്മ ബത്ശബായെ ചെന്ന് കണ്ടു. നിന്റെ വരവ് സൗഹാർദ്ദപരമാണോ എന്ന് അവൾ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, സൗഹാർദ്ദപരം തന്നെ. എന്നാൽ എനിക്ക് ചിലത് പറയാനുണ്ട്. പറയാനുള്ളത് പറയുക. അവൾ പറഞ്ഞു. അവൻ പറഞ്ഞു, രാജ്യം എനിക്ക് കിട്ടേണ്ടതായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ രാജാവാകുമെന്ന് ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ മറിച്ചു സംഭവിച്ചു. എൻ്റെ സഹോദരൻ രാജാവായി. ഇത് കർത്താവിൻ്റെ ഹിതമാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം അഭ്യർത്ഥിക്കുകയാണ്. അത് തള്ളിക്കളയരുത്. എന്താണെന്ന് പറയുക. അവൾ പറഞ്ഞു. അവൻ അഭ്യർത്ഥിച്ചു, ഷൂനാംകാരി അഭിഷാഗിനെ എനിക്ക് ഭാര്യയായി തരണമെന്ന് സോളമൻ രാജാവിനോട് പറയണം. അവൻ നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയുകയില്ല. ശരി, ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാം. അവൾ പറഞ്ഞു. ബത്ശബ അദോനിയായിക്ക് വേണ്ടി സംസാരിക്കാൻ സോളമൻ രാജാവിനെ സമീപിച്ചു. രാജാവ് എഴുന്നേറ്റ് അവളെ അഭിവാദനം ചെയ്തിട്ട് സിംഹാസനത്തിൽ ഇരുന്നു. മാതാവിന് ഇരിപ്പിടം സജ്ജീകരിച്ചു. അവൾ രാജാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം ആവശ്യപ്പെടുന്നു, തള്ളിക്കളയരുത്. അവൾ പറഞ്ഞു. എന്താണമ്മേ അത്? പറയുക, ഞാൻ തള്ളിക്കളയുകയില്ല. അവൻ മറുപടി പറഞ്ഞു. ശൂനാംകാരി അഭിഷാഗിനെ നിന്റെ സഹോദരൻ അദോനിയായിക്ക് ഭാര്യയായി കൊടുക്കണം. അവൾ പറഞ്ഞു. സോളമൻ രാജാവ് അമ്മയോട് ഇങ്ങനെ പ്രതിവചിച്ചു. ശൂനാംകാരി അഭിഷാകിനെ അദോനിയായിക്ക് വേണ്ടി ചോദിക്കുന്നത് എന്താണ്? രാജ്യവും അവന് വേണ്ടി ചോദിക്കാമല്ലോ. അവനെന്റെ ജ്യേഷ്ഠനല്ലേ? പുരോഹിതൻ അബിയാദറും സെരൂയായുടെ മകൻ യോവാബും അവന്റെ പക്ഷമാണല്ലോ. അനന്തരം സോളമൻ കർത്താവിന്റെ നാമത്തിൽ
ശപഥം ചെയ്തു. അദോനിയായുടെ ഈ അഭ്യർത്ഥന അവന്റെ ജീവൻ ഒടുക്കിയില്ലെങ്കിൽ ദൈവം എന്നോട് അതും അതിലധികവും ചെയ്യട്ടെ. എൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ കർത്താവ് എന്നെ ഉപവിഷ്ടനാക്കി. അവിടുത്തെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് എനിക്കൊരു ഭവനം തീർത്തിരിക്കുന്നു. കർത്താവാണേ, അദോനിയ ഇന്ന് തന്നെ മരിക്കണം. സോളമൻ രാജാവിന്റെ കൽപ്പനയനുസരിച്ച് യഹോയാദായുടെ മകൻ ബനായ അദോനിയായെ വധിച്ചു. പുരോഹിതൻ അബിയാഥറിനോട് രാജാവ് പറഞ്ഞു, നിന്റെ ജന്മദേശമായ അനാത്തോത്തിലേക്ക് പോവുക. നീയും മരണശിക്ഷയ്ക്ക് അർഹനാണ്, എങ്കിലും ഇപ്പോൾ ശിക്ഷിക്കുന്നില്ല. ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം എൻ്റെ പിതാവായ ദാവീദിന്റെ മുൻപിൽ നീ വഹിച്ചു. കൂടാതെ എൻ്റെ പിതാവിൻ്റെ എല്ലാ ദുരിതങ്ങളിലും നീയും പങ്കുചേർന്നു. സോളമൻ അബിയാഥറിനെ കർത്താവിന്റെ പുരോഹിത സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്തു. ഇങ്ങനെ കർത്താവ് ഷീലോയിൽ വെച്ച് ഏലിയുടെ ഭവനത്തെപ്പറ്റി അരുളി ചെയ്തത് നിറവേറി. ഈ വാർത്ത അറിഞ്ഞ ഉടനെ യോവാബ് ഓടിച്ചെന്ന് കർത്താവിന്റെ കൂടാരത്തിൽ ബലിപീഠത്തിന്റെ വളർക്കോണുകളിൽ പിടിച്ചു. അവൻ അബ്സലോമിന്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിലും അദോനിയായുടെ പക്ഷം ചേർന്നവനാണ്. യോവാബ് കർത്താവിന്റെ കൂടാരത്തിൽ ബലിപീഠത്തിനരികെ നിൽക്കുന്നുവെന്നറിഞ്ഞ് സോളമൻ രാജാവ് ഉടനെ അവനെ കൊന്നുകളയുക എന്ന് പറഞ്ഞ് യഹോയാദായുടെ മകൻ ബനായായെ അയച്ചു. ബനായ കർത്താവിന്റെ കൂടാരത്തിൽ ചെന്ന് അവനോട് പുറത്തു വരാൻ രാജാവ് കൽപ്പിക്കുന്നതായി പറഞ്ഞു. വരികയില്ല, ഞാൻ ഇവിടെ തന്നെ മരിക്കുമെന്നായിരുന്നു അവന്റെ മറുപടി. യോവാബ് പറഞ്ഞത് ബനായ രാജാവിനെ അറിയിച്ചു. അവൻ പറഞ്ഞതുപോലെ ചെയ്യുക, അവനെ കൊന്നു കുഴിച്ചിടുക എന്ന് രാജാവ് ബനായായോട് കൽപ്പിച്ചു. അങ്ങനെ യോവാബ് അകാരണമായി ചിന്തിയ നിഷ്കളങ്ക രക്തത്തിന്റെ ഉത്തരവാദിത്തം എന്നിൽ നിന്നും എൻ്റെ പിതൃഭവനത്തിൽ നിന്നും നീക്കിക്കളയുക. അവന്റെ രക്തപങ്കിലമായ പ്രവൃത്തികളുടെ പ്രതിഫലം അവന്റെ മേൽ തന്നെ കർത്താവ് വരുത്തട്ടെ. ഇസ്രായേൽ സൈന്യാധിപനും നേറിന്റെ മകനുമായ അബ്നേറിനെയും യൂദാ സൈന്യാധിപനും യഥേറിന്റെ മകനുമായ അമാസയെയും എൻ്റെ പിതാവായ ദാവീദിന്റെ അറിവുകൂടാതെ അവൻ വാളിനിരയാക്കി. അവർ ഇരുവർക്കും അവനേക്കാൾ നീതിയും സദ്ഗുണവും ഉണ്ടായിരുന്നല്ലോ. അവരെ കൊന്നതിൻ്റെ ശിക്ഷ യോവാബിൻ്റെയും അവൻ്റെ സന്തതികളുടെയും മേൽ എന്നേക്കുമുണ്ടാകും. ദാവീദിനും അവൻ്റെ സന്തതികൾക്കും കുടുംബത്തിനും സിംഹാസനത്തിനും കർത്താവിൻ്റെ സമാധാനം എന്നേക്കും ലഭിക്കും. യഹോയാദായുടെ മകൻ ബനായ യോവാബിനെ വധിച്ച് വിജനപ്രദേശത്തുള്ള അവന്റെ ഭവനത്തിൽ അടക്കം ചെയ്തു. രാജാവ് അവനു പകരം യഹോയാദായുടെ മകൻ ബനായായെ സൈന്യാധിപനായി നിയമിച്ചു. അബിയാഥറിന് പകരം പുരോഹിതൻ സാദോക്കിനെയും നിയമിച്ചു. പിന്നെ രാജാവ് ആളയച്ച് ഷിമെയിയെ വരുത്തി അവനോട് പറഞ്ഞു, ജെറൂസലേമിൽ ഒരു വീട് പണിത് പാർത്തുകൊള്ളുക. അവിടം വിട്ടു പോകരുത്. പുറത്തിറങ്ങി കെദ്രോൻ തോട് കടക്കുന്ന നാളിൽ നീ മരിക്കുമെന്ന് ഓർമ്മിച്ചുകൊള്ളുക. നിന്റെ രക്തത്തിന് നീ തന്നെയായിരിക്കും ഉത്തരവാദി. ശരി, രാജാവായ അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ഞാൻ ചെയ്തു കൊള്ളാമെന്ന് ഷിമെയി പറഞ്ഞു. അങ്ങനെ കുറെ കാലം അവൻ ജെറുസലേമിൽ വസിച്ചു. 3 വർഷത്തിനു ശേഷം ഷിമെയിയുടെ 2 അടിമകൾ മാഖായുടെ മകനും ഗത്തിലെ രാജാവുമായ അക്കീഷിന്റെ അടുത്തേക്ക് ഓടിപ്പോയി. തന്റെ അടിമകൾ ഗത്തിലുണ്ടെന്ന് ഷിമെയി അറിഞ്ഞു. അവൻ അടിമകളെ അന്വേഷിച്ച് കഴുതപ്പുറത്ത് കയറി ഗത്തിൽ അക്കീഷിന്റെ അടുത്തേക്ക് തിരിച്ചു. അവൻ അവരെ ഗത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നു. ഷിമെയി ജെറുസലേം വിട്ട് ഗത്തിൽ പോയി മടങ്ങിയെത്തിയെന്ന് സോളമന് അറിവ് കിട്ടി. രാജാവ് ആളയച്ച് ഷിമെയിയെ വരുത്തി പറഞ്ഞു, ജെറൂസലേം വിട്ടു പോകരുതെന്ന് ദൈവനാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതാണ്. പോയാൽ നീ മരിക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. നീ അത് സമ്മതിച്ച് എന്നെ അനുസരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ലേ? എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ നാമത്തിലുള്ള പ്രതിജ്ഞ നീ ലംഘിച്ചത്? എന്തുകൊണ്ട് എൻ്റെ കൽപ്പന നീ നിരസിച്ചു? രാജാവ് തുടർന്നു, എൻ്റെ പിതാവായ ദാവീദിനോട് നീ പ്രവർത്തിച്ച തിന്മകൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമല്ലോ. കർത്താവിൻ്റെ ശിക്ഷ നീ അനുഭവിക്കണം. എന്നാൽ സോളമൻ രാജാവ് അനുഗ്രഹീതനായിരിക്കും. ദാവീദിന്റെ സിംഹാസനം കർത്താവിന്റെ മുൻപിൽ എന്നേക്കും സുസ്ഥാപിതമായിരിക്കുകയും ചെയ്യും.
രാജാവ് യഹോയാദായുടെ മകൻ ബെനായായോട് കൽപ്പിച്ചു. അവൻ ഷിമെയിയെ വധിച്ചു. അങ്ങനെ രാജ്യം സോളമന്റെ കയ്യിൽ സുസ്ഥിരമായി. അധ്യായം 3. സോളമൻ ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ മകളെ വിവാഹം ചെയ്ത് അവനുമായി ബന്ധുത്വം സ്ഥാപിച്ചു. തന്റെ കൊട്ടാരവും കർത്താവിന്റെ ആലയവും ജെറുസലേമിന് ചുറ്റുമുള്ള മതിലും പണി തീരുന്നതുവരെ സോളമൻ അവളെ ദാവീദിന്റെ നഗരത്തിൽ പാർപ്പിച്ചു. കർത്താവിന് ഒരാലയം അതുവരെ നിർമ്മിച്ചിരുന്നില്ല. ജനങ്ങൾ പൂജാഗിരികളിലാണ് ബലിയർപ്പിച്ചു പോന്നത്. സോളമൻ തന്റെ പിതാവായ ദാവീദിന്റെ അനുശാസനങ്ങൾ അനുസരിച്ചു. അങ്ങനെ കർത്താവിനെ സ്നേഹിച്ചു. എന്നാൽ അവൻ പൂജാഗിരികളിൽ ബലിയർപ്പിച്ച് ധൂപാർച്ചന നടത്തി. ഒരിക്കൽ രാജാവ് ബലിയർപ്പിക്കാൻ മുഖ്യ പൂജാഗിരിയായ ഗിബയോനിലേക്ക് പോയി. ആ ബലിപീഠത്തിൽ അവൻ 1000 ദഹനബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദൈവം അവനോട് അരുളി ചെയ്തു, നിനക്ക് എന്തു വേണമെന്ന് പറഞ്ഞുകൊള്ളുക. അവൻ പറഞ്ഞു, എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദ് വിശ്വസ്തയോടും നീതിബോധത്തോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടെ അവിടുത്തെ മുൻപിൽ വ്യാപരിച്ചു. അങ്ങ് അവനോട് അതിയായ സ്നേഹം എപ്പോഴും കാണിച്ചു പോന്നു. അവിടുന്ന് ആ സ്നേഹം നിലനിർത്തുകയും അവൻ്റെ സിംഹാസനത്തിലിരിക്കാൻ ഒരു മകന് നൽകുകയും ചെയ്തു. എൻ്റെ ദൈവമായ കർത്താവേ, ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിൻ്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാൽ. സോളമന്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. അവിടുന്ന് അവനോട് അരുളി ചെയ്തു, നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രുസംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരുമുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. മാത്രമല്ല, നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു. നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും. നിന്റെ പിതാവായ ദാവീദിനെ പോലെ എന്റെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കുകയും എന്റെ മാർഗത്തിൽ ചരിക്കുകയും ചെയ്താൽ നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. സോളമൻ നിദ്രയിൽ നിന്നുണർന്നു. അത് ദർശനമായിരുന്നെന്ന് അവന് മനസ്സിലായി. അവൻ ജെറുസലേമിലേക്ക് മടങ്ങി. കർത്താവിന്റെ വാഗ്ദാന പേടകത്തിന് മുൻപിൽ വന്ന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. പിന്നെ തന്റെ സേവകന്മാർക്ക് അവൻ വിരുന്നു നൽകി. ഒരു ദിവസം 2 വേശ്യകൾ രാജസന്നിധിയിൽ വന്നു. ഒരുവൾ പറഞ്ഞു, യജമാനനെ, ഇവളും ഞാനും ഒരേ വീട്ടിൽ താമസിക്കുന്നു. ഇവൾ വീട്ടിലുള്ളപ്പോൾ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു. 3 ദിവസം കഴിഞ്ഞ് ഇവളും പ്രസവിച്ചു. ആ വീട്ടിൽ ഞങ്ങളെ കൂടാതെ ആരും ഉണ്ടായിരുന്നില്ല. രാത്രി ഉറക്കത്തിൽ ഇവൾ തൻ്റെ കുട്ടിയുടെ മേൽ കിടക്കാനിടയായി. കുട്ടി മരിച്ചുപോയി. അർദ്ധരാത്രിയിൽ ഇവൾ എഴുന്നേറ്റു. ഞാൻ നല്ല ഉറക്കമായിരുന്നു. ഇവൾ എൻ്റെ മകനെ എടുത്ത് തൻ്റെ മാറിടത്തിൽ കിടത്തി. മരിച്ച കുഞ്ഞിനെ എൻ്റെ മാറിടത്തിലും കിടത്തി. ഞാൻ രാവിലെ കുഞ്ഞിന് മുല കൊടുക്കുവാൻ എഴുന്നേറ്റപ്പോൾ കുട്ടി മരിച്ചിരിക്കുന്നതായി കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞല്ല അതെന്ന് മനസ്സിലായി. മറ്റവൾ പറഞ്ഞു, അങ്ങനെയല്ല, ജീവനുള്ള കുട്ടി എന്റേതാണ്, മരിച്ച കുട്ടിയാണ് നിന്റേത്. ആദ്യത്തെ സ്ത്രീ എതിർത്തു, അല്ല, മരിച്ച കുട്ടിയാണ് നിന്റേത്, എന്റെ കുട്ടിയാണ് ജീവിച്ചിരിക്കുന്നത്. അവർ ഇങ്ങനെ രാജസന്നിധിയിൽ തർക്കിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ കുട്ടി ജീവിച്ചിരിക്കുന്നു, നിന്റെ കുട്ടിയാണ് മരിച്ചതെന്ന് ഒരുവളും, നിന്റെ കുട്ടി മരിച്ചുപോയി, എന്റേതാണ് ജീവനോടെ ഇരിക്കുന്നതെന്ന് മറ്റവളും പറയുന്നു. ഒരു വാൾ കൊണ്ടുവരിക. രാജാവ് കൽപ്പിച്ചു. സേവകൻ വാൾ കൊണ്ടുവന്നു. രാജാവ് വീണ്ടും കൽപ്പിച്ചു, ജീവനുള്ള കുഞ്ഞിനെ 2 പകുത്ത് ഇരുവർക്കും കൊടുക്കുക. ഉടനെ ജീവനുള്ള ശിശുവിന്റെ അമ്മ തന്റെ കുഞ്ഞിനെ ഓർത്ത് ഹൃദയം നീറി പറഞ്ഞു, യജമാനെ, കുട്ടിയെ കൊല്ലരുത്.
അവനെ അവൾക്ക് ജീവനോടെ കൊടുത്തുകൊള്ളുക. എന്നാൽ മറ്റവൾ പറഞ്ഞു, കുട്ടിയെ എനിക്കും വേണ്ട, നിനക്കും വേണ്ട, അവനെ വിഭജിക്കുക. അപ്പോൾ രാജാവ് കൽപ്പിച്ചു, ജീവനുള്ള ശിശുവിനെ ആദ്യത്തെ സ്ത്രീക്ക് കൊടുക്കുക. ശിശുവിനെ കൊല്ലേണ്ടതില്ല, അവളാണ് അതിൻ്റെ അമ്മ. ഇസ്രായേൽ ജനം രാജാവിൻ്റെ വിധി നിർണയം അറിഞ്ഞു. നീതി നടത്തുന്നതിൽ ദൈവിക ജ്ഞാനം രാജാവിനുണ്ടെന്നറിഞ്ഞ് അവർ അവനോട് ഭയഭക്തിയുള്ളവരായി തീർന്നു. അധ്യായം 4. സോളമൻ ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായിരുന്നു. അവൻ്റെ പ്രധാന സേവകന്മാർ സാദോക്കിൻ്റെ പുത്രൻ അസറിയ പുരോഹിതനും ഷീഷായുടെ പുത്രന്മാരായ എലീഹോറഫും അഹിയായും കാര്യവിചാരകന്മാരുമായിരുന്നു. അഹിലൂദിൻ്റെ പുത്രൻ യഹോഷഫാത്ത് നടപടി എഴുത്തുകാരനും യഹോയാദായുടെ പുത്രൻ ബനായ സൈന്യാധിപനും സാദോക്കും അബിയാഥറും പുരോഹിതന്മാരുമായിരുന്നു. നാഥാന്റെ പുത്രന്മാരായ അസറിയ മേൽവിചാരകനും സാബൂദ് പുരോഹിതനും രാജാവിൻ്റെ തോഴനുമായിരുന്നു. അഹിഷാറായിരുന്നു കൊട്ടാര വിചാരിപ്പുകാരൻ. അടിമകളുടെ മേൽനോട്ടം അബ്ദയുടെ പുത്രൻ അദോണിറാമിന് ആയിരുന്നു. രാജാവിനും കുടുംബത്തിനും ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സോളമന് ഇസ്രായേലിൽ ആകെ 12 പേർ ഉണ്ടായിരുന്നു. ഓരോരുത്തർ ഓരോ മാസത്തേക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു. അവർ എഫ്രായിം മലനാട്ടിൽ ബെൻഹൂർ, മാക്കസ്, ഷാൽബിം, ബത്ഷെമെഷ്, ഏലോൻ, ബേത്ഹാനാൻ എന്നീ പ്രദേശങ്ങളിൽ, ബൻദക്കർ, അരൂബോത്തിൽ, ബെൻഹേസൽ, സൊക്കോയും ഹേഫർ പ്രദേശവും ഇവന്റെ അധീനതയിലായിരുന്നു. നഫാദ്ദോറിൽ ബെൻ അബിനാദാബ്, സോളമന്റെ പുത്രി താഫാത്ത് ഇവന്റെ ഭാര്യയായിരുന്നു. താനാക്ക്, മെഗിദോ എന്നീ നഗരങ്ങളിലും സാരേധാന് സമീപം ജസ്രയേലിന് താഴെ ബത്ഷയാൻ മുതൽ ആബേൽ മെഹോലായും യോക്മയാമിന്റെ അപ്പുറവും വരെ ബത്ഷയാൻ പ്രദേശം മുഴുവനിലും അഹിലൂദിന്റെ മകൻ ബാന, ഗിലെയാദിലെ റാമോത്തിൽ ബെൻഗേബർ, മനാസയുടെ മകൻ ജായിരിന് ഗിലെയാദിലുള്ള ഗ്രാമങ്ങളും മതിലുകളും പിച്ചളയോടാമ്പലുകളോട് കൂടിയ വാതിലുകളുമുള്ള 60 പട്ടണങ്ങൾ ഉൾപ്പെട്ട ബാഷാനിലെ അർഗോബ് പ്രദേശവും ഇവന്റെ അധീനതയിലായിരുന്നു. മഹനായീമിൽ ഇദ്ദോയുടെ മകൻ അഹീനാദാബ്, നഫ്താലി പ്രദേശത്ത് അഹിമാസ് സോളമന്റെ പുത്രി ബസ്മത്ത് ഇവന്റെ ഭാര്യയായിരുന്നു. ആഷേറിലും ബയാലോത്തിലും ഹൂഷായിയുടെ മകൻ ബാന, ഇസാക്കറിൽ പരിവായുടെ മകൻ യഹോഷാഫത്ത്, ബെഞ്ചമിൻ പ്രദേശത്ത് ഏലായുടെ മകൻ ഷിമെയി, അമോര്യ രാജാവായ സീഹോനും ബാഷാൻ രാജാവായ ഓഗും ഭരിച്ചിരുന്ന ഗിലെയാദ് പ്രദേശത്ത് ഊറിയുടെ മകൻ ഗേബർ, കൂടാതെ യൂദായിൽ ഒരു അധിപനും ഉണ്ടായിരുന്നു. യൂദായിലെയും ഇസ്രായേലിലെയും ജനം കടൽ തീരത്തെ മണൽത്തരി പോലെ അസംഖ്യമായിരുന്നു. അവർ തിന്നും കുടിച്ചും ഉല്ലാസഭരിതരായി കഴിഞ്ഞു. യൂഫ്രട്ടീസ് നദി മുതൽ ഫിലിസ്തീനയുടെ നാടും ഈജിപ്തിന്റെ അതിർത്തിയും വരെയുള്ള പ്രദേശങ്ങൾ സോളമന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. അവന്റെ ജീവിതകാലം മുഴുവൻ ജനം കാഴ്ചകൾ സമർപ്പിക്കുകയും അവനെ സേവിക്കുകയും ചെയ്തു. സോളമന്റെ അനുദിന ചെലവ് 30 കോർ നേർത്ത മാവും 60 കോർ സാധാരണ മാവും, കലമാൻ, പേടമാൻ, മ്ലാവ്, കോഴി എന്നിവയ്ക്ക് പുറമെ കൊഴുത്ത 10 കാളകൾ, 20 കാലുകൾ, 100 മുട്ടാടുകൾ ഇവയുമായിരുന്നു. യൂഫ്രട്ടീസിന് പടിഞ്ഞാറ് തിഫ്സ മുതൽ ഗാസ വരെയുള്ള പ്രദേശങ്ങൾ സോളമന്റെ അധീനതയിലായിരുന്നു. യൂഫ്രട്ടീസിന് പടിഞ്ഞാറുള്ള എല്ലാ രാജാക്കന്മാരും അവന് കീഴ്പ്പെട്ടിരുന്നു. അയൽ നാടുകളുമായി അവൻ സമാധാനത്തിൽ കഴിഞ്ഞു. സോളമന്റെ കാലം മുഴുവൻ ദാൻ മുതൽ ബേർഷബ വരെ യൂദായിലെയും ഇസ്രായേലിലെയും ജനം മുന്തിരിയും അത്തിയും കൃഷി ചെയ്ത് സുരക്ഷിതരായി ജീവിച്ചു. സോളമന് 12,000 കുതിരപ്പടയാളികളും തേർക്കുതിരകൾക്കായി 40,000 പന്തികളും ഉണ്ടായിരുന്നു. മുൻപ് പറഞ്ഞ സേവകന്മാർ ഓരോരുത്തരും നിശ്ചിത മാസത്തിൽ സോളമൻ രാജാവിനും അവനോടൊപ്പം ഭക്ഷിച്ചിരുന്നവർക്കും ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചിരുന്നു. ഒരു കുറവും വരുത്തിയില്ല. അവർ കുതിരകൾക്കും വേഗമേറിയ പടക്കുതിരകൾക്കും വേണ്ട
ബാർലിയും വൈക്കോലും മുറപ്രകാരം യഥാസ്ഥാനം എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു. പൗരസ്ത്യദേശത്തെയും ഈജിപ്തിലെയും ജ്ഞാനികളെ അതിശയിക്കുന്നതായിരുന്നു സോളമന്റെ ജ്ഞാനം. എസ്രാഹ്യനായ ഏഥാൻ, മാഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദാർദ തുടങ്ങി എല്ലാവരെയും കാൾ ജ്ഞാനിയായിരുന്നു അവൻ. അവന്റെ പ്രശസ്തി ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു. അവൻ 3000 സുഭാഷിതങ്ങളും 1005 ഗീതങ്ങളും രചിച്ചു. ലെബനോനിലെ ദേവദാരു മുതൽ ചുമരിൽ മുളയ്ക്കുന്ന പായൽ വരെ എല്ലാ സസ്യങ്ങളെയും കുറിച്ച് അവൻ പ്രതിപാദിച്ചു. മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും മത്സ്യങ്ങളെയും കുറിച്ച് അവൻ സംസാരിച്ചിരുന്നു. സോളമന്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ടിട്ടുള്ള രാജാക്കന്മാരിലും ജനതകളിലും നിന്ന് ധാരാളം പേർ അവന്റെ ഭാഷണം കേൾക്കാൻ എത്തിയിരുന്നു. അധ്യായം 5. സോളമനെ പിതാവിന്റെ സ്ഥാനത്ത് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് കേട്ട് ടൈർ രാജാവായ ഹീരാം അവന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു. ഹീരാം എന്നും ദാവീദുമായി മൈത്രിയിലായിരുന്നു. സോളമൻ ഹീരാമിന് ഒരു സന്ദേശം അയച്ചു. എൻ്റെ പിതാവായ ദാവീദിന് തൻ്റെ ദൈവമായ കർത്താവിന് ഒരു ആലയം പണിയാൻ കഴിഞ്ഞില്ലെന്ന് നിനക്കറിയാമല്ലോ. ചുറ്റുമുള്ള ശത്രുക്കളെ കർത്താവ് അവന് കീഴ്പ്പെടുത്തുന്നതുവരെ അവന് തുടർച്ചയായി യുദ്ധം ചെയ്യേണ്ടി വന്നു. എന്നാൽ എനിക്ക് പ്രതിയോഗിയില്ല, ദൗർഭാഗ്യവുമില്ല. എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് എല്ലാ തരത്തിലും സമാധാനം നൽകിയിരിക്കുന്നു. എൻ്റെ പിതാവായ ദാവീദിനോട് കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തിട്ടുണ്ട്: നിനക്കു പകരം സിംഹാസനത്തിൽ ഞാൻ അവരോധിക്കുന്ന നിന്റെ മകൻ എന്റെ നാമത്തിന് ഒരാലയം പണിയും. അതനുസരിച്ച് എൻ്റെ ദൈവമായ കർത്താവിന് ആലയം നിർമ്മിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ആകയാൽ ലെബനോനിൽ നിന്ന് എനിക്കായി ദേവദാരു മുറിക്കാൻ ആജ്ഞ നൽകിയാലും എൻ്റെ ജോലിക്കാരും നിന്റെ ജോലിക്കാരുടെ കൂടെ ഉണ്ടായിരിക്കും. അവർക്ക് നീ നിശ്ചയിക്കുന്ന കൂലി ഞാൻ തരാം. സീദോന്യരെ പോലെ മരം മുറിക്കാൻ പരിചയമുള്ളവർ ഞങ്ങളുടെ ഇടയിലില്ലെന്ന് നിനക്കറിയാമല്ലോ. സോളമന്റെ വാക്ക് കേട്ടപ്പോൾ ഹീരാം അതീവ സന്തുഷ്ടനായി പറഞ്ഞു: ഈ മഹത്തായ ജനത്തെ ഭരിക്കാൻ ജ്ഞാനിയായ ഒരു മകനെ ദാവീദിന് നൽകിയ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ഹീരാം ദൂതൻ മുഖേന സോളമനെ അറിയിച്ചു: നിന്റെ സന്ദേശം കിട്ടി. ദേവദാരുവിൻ്റെയും സരളമരത്തിൻ്റെയും കാര്യം നിന്റെ ആഗ്രഹം പോലെ ചെയ്യാം. എൻ്റെ ജോലിക്കാർ ലെബനോനിൽ നിന്ന് തടി കടലിലേക്ക് ഇറക്കും. പിന്നീട് ചങ്ങാടങ്ങളാക്കി നീ പറയുന്ന സ്ഥലത്തേക്ക് അയച്ചു തരാം. കരയ്ക്കടുക്കുമ്പോൾ നീ അവ ഏറ്റുവാങ്ങണം. എൻ്റെ കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നീ നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോളമന് ആവശ്യമായ ദേവദാരുവും സരളമരവും ഹീരാം നൽകി. ഹീരാമിന്റെ ഗാർഹിക ആവശ്യങ്ങൾക്കായി സോളമൻ 20,000 കോർ ഗോതമ്പും ആട്ടിയെടുത്ത 20,000 കോർ എണ്ണയും കൊടുത്തു. ആണ്ടുതോറും ഹീരാമിന് ഇവ കൊടുത്തുകൊണ്ടിരുന്നു. കർത്താവ് വാഗ്ദാനപ്രകാരം സോളമന് ജ്ഞാനം നൽകി. ഹീരാമും സോളമനും സമാധാനത്തിൽ കഴിഞ്ഞുകൂടുകയും ഇരുവരും ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. സോളമൻ രാജാവ് ഇസ്രായേലിന്റെ എല്ലാ ഭാഗത്തും നിന്ന് അടിമവേലയ്ക്ക് ആളെ എടുത്തു. 30,000 പേരാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. മാസം തോറും 10,000 പേരെ വീതം ലെബനോനിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. അവർ 1 മാസം ലെബനോനിലാണെങ്കിൽ 2 മാസം തങ്ങളുടെ വീടുകളിലായിരിക്കും. അദോണിറാമിനായിരുന്നു ഇവരുടെ മേൽനോട്ടം. ചുമടെടുക്കാൻ 70,000-ഉം മലയിൽ കല്ലുവെട്ടാൻ 80,000-ഉം ആളുകളുണ്ടായിരുന്നു. ജോലിക്കാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന 3,300 ആളുകൾക്ക് പുറമെയായിരുന്നു ഇവർ. രാജാവിന്റെ കൽപ്പനയനുസരിച്ച് അവർ ദേവാലയത്തിന്റെ അടിത്തറ പണിയാൻ വിശേഷപ്പെട്ട വലിയ കല്ലുകൾ കൊണ്ടുവന്നു ചെത്തി ശരിപ്പെടുത്തി. സോളമന്റെയും ഹീരാമിന്റെയും ശില്പികളും ഗേബാൽക്കാരും ചേർന്ന് അവ ചെത്തിമിനുക്കുകയും ദേവാലയം പണിയാനുള്ള കല്ലും മരവും തയ്യാറാക്കുകയും ചെയ്തു.